കർത്താവിൻ്റെ സാന്നിധ്യം വിടുതലായി സൗഖ്യമായി ഈ ആലയം മുഴുവൻ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥനയോടെ വലിയ ദാഹത്തോടെ നമുക്കായിരിക്കാം പ്രിയമുള്ളവരെ. തുടർന്ന് നാം ദൈവത്തെ ആരാധിക്കുവാൻ അല്പസമയം നമ്മൾ ഈ സമയങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും നമ്മളെ ശ്രദ്ധിച്ചോണമെന്നില്ല. നമ്മുടെ ഇടത്തോ വലത്തോ ഇരിക്കുന്ന വ്യക്തികൾ ആരും നമ്മളെ ശ്രദ്ധിച്ചോണമെന്നില്ല. പക്ഷേ എങ്കിലും യേശു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു വചനഭാഗം ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് വിധവയുടെ കാണിക്ക എന്നാണ് ഹെഡിങ്. അതിന് എപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം. യേശു ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്നു കൊണ്ട് ഈ ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്ന വ്യക്തികളെ കർത്താവ് ശ്രദ്ധിച്ചിരുന്നു. ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്നു കൊണ്ട് ജനക്കൂട്ടം ഈ ഭണ്ഡാരത്തിൽ ഇടുന്ന നാണയത്തുട്ടുകളെ യേശു ശ്രദ്ധിച്ചിരുന്നു. ഹല്ലേലൂയ. ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്നു കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ചെമ്പുതൊട്ടുകളൊക്കെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ധനികരും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുമായ എല്ലാ വ്യക്തികളെയും കർത്താവ് ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ ശാലോം ടെലിവിഷൻ്റെ മുമ്പിലായിരിക്കാം നമ്മളായിരിക്കുക, അല്ലെങ്കിൽ ശാലോമിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരു മൂലയിലായിരിക്കാം നമ്മളായിരിക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിരിക്കാം ഇരിക്കുക. പക്ഷേ യേശു നമ്മളെ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അവിടെ നിക്ഷേപിച്ചിരുന്ന ധനികരെല്ലാം ധാരാളം സമ്പത്ത് നിക്ഷേപിച്ചു, എന്നാൽ ദരിദ്രയായ വിധവ തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ള വക അത് മാറ്റിവെക്കാതെ അതുപോലും നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പം അത്രമാത്രം നമ്മളെ ദൈവം ശ്രദ്ധിക്കുകയാണ്. ഈ വിധവയിടുന്ന ചെമ്പുതൊട്ടുകളെ വളരെ സൂക്ഷ്മതയോടെ കാണുന്ന ദൈവമിതാ ഈ ആലയത്തിൽ ശാലോമിൻ്റെ ഈ നൈറ്റ് വിധിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വലതുകരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. തൊട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞ് യേശു നമ്മളെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് പറഞ്ഞ്, മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞ്, യേശു നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ് ഈ അവസരത്തിൽ, ജെറമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനമാണ് പറയുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഹല്ലേലൂയ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മൾ കടന്നു വരുമ്പോൾ ഒരുപാട് അവിശ്വസ്തത നമ്മളോട് കാണിച്ചു വരും. നമ്മൾ കാണിച്ച അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. തൊട്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈകളിൽ പിടിച്ചെന്ന് പറഞ്ഞ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഒന്ന് പറഞ്ഞേ, മുഖത്ത് നോക്കി. എന്നിട്ട് പറഞ്ഞേ, ദൈവം വിശ്വസ്തനാണെന്നും കൂടെ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ആ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കറിയാം, ഈ വിധവയുടെ ചെമ്പുതിട്ടുകൾ ആ നിക്ഷേപം മറ്റെല്ലാവരേക്കാളും കൂടുതൽ വിലപ്പെട്ടതായി കർത്താവ് കണ്ടതുപോലെ ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിക്ഷേപിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതം തകർന്ന അവസ്ഥയിലായിരിക്കാം, രോഗാവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം, നമ്മളോട് കരുണയുള്ള ദൈവം, നമ്മെ വിശ്വസ്തയോടെ നോക്കുന്ന ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മളെ ഓരോരുത്തരും അമ്മയുടെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പുറത്തു വരുന്നതിന് മുമ്പേ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന സർവശക്തനായ ഒരു ദൈവം അനന്തമായ സ്നേഹത്തോടെ ഈ രാത്രിയിൽ നമുക്ക് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ദയവായി ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എൻ്റെ നിക്ഷേപം എവിടെയാണ്? ഞാൻ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? എൻ്റെ നിക്ഷേപം എവിടെയാണ്? ഒന്ന് കണ്ണുകളടച്ച് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ നിക്ഷേപം എവിടെയാണ്? കർത്താവിനോട് ചേർന്ന് നമുക്ക് ആരാധിക്കുവാൻ വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കർത്താവിൻ്റെ കണ്ണുകൾ കഴുകൻ്റേതിനെ പോലെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ, സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള കണ്ണുകൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ ദൈവം, അവിടുന്നാണ് എൻ്റെ സങ്കേതം,
അവിടുന്നാണ് എന്റെ കോട്ട. രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തുന്നതിന്റെ പ്രതീകമായി ഇരു കരങ്ങളെയും ദയവായി ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകൾ അടച്ചുകൊണ്ടെന്ന് പറയാമോ? എന്റെ ദൈവം, അങ്ങാണ് എന്റെ ദൈവം, അങ്ങാണ് എന്റെ കോട്ട, അങ്ങാണ് എന്റെ ദൈവം, അവിടുന്നാണ് എന്റെ സങ്കേതം. സംഗീതൻ പറയാണ്, ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ കോട്ട. നമുക്കും ഏറ്റു പറയാം, ദൈവമേ അങ്ങാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ്, ദൈവമേ അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ കോട്ട, അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ കോട്ട, അങ്ങാണ് എൻ്റെ കോട്ട, അങ്ങാണ് എൻ്റെ സങ്കേതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് അനന്തമായ സ്നേഹം കാണിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന്റെ മക്കളിലേക്ക് ഹൃദയം ഉയർത്തി നമുക്ക് സമർപ്പിക്കാം. യേശുവേ, നീയാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം വളരെ ഒന്ന് ഫ്രീ ആക്കി വെക്കാമോ? കസേരയിലേക്ക് ഒന്ന് നിവർന്നിരിക്കാമോ? വളരെ ഫ്രീ ആയിട്ട് കസേരയിലേക്ക് നിവർന്നിരുന്ന നമ്മൾ ആരാധിക്കുവാൻ വേണ്ടി നമ്മുടെ ഇടയിൽ ഇവിടെ ചരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആരാധനാ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മാറോട് ചേരാം. സത്യമായും ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ദൈവം, ഓ ദൈവത്തിന്റെ മഹത്വം ഈ ആലയം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹൃദയം തുറന്ന് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോകുകയില്ല എന്ന് പറ. ദാഹത്തോടെ, ആശ്രയത്തോടെ. വരികളുടെ അർത്ഥം മനസ്സിലാക്കി. എന്റെ ആശ്രയമേ, എന്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. പാടാം. എന്റെ ഉപനിധി, എന്റെ ഓഹരി, അങ്ങെന്റെ നിക്ഷേപമേ. സമർപ്പിക്കാം. എന്റെ ആശ്രയമേ, എന്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. മാർവിൽ ചാരിടാ എല്ലാം പറയാം, വിശ്വസ്തനവൻ, വീരനാണവൻ. മാർവിൽ ചാരിടാ എല്ലാം പറയാം, വിശ്വസ്തനവൻ, വീരനാണവൻ. നമ്മുടെ ജീവിതം മുഴുവനും അവന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കാം. അവന്റെ ചിറകുകളുടെ കീഴിലേക്ക്, തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ കീഴിൽ വഹിക്കുന്നത് പോലെ തന്റെ തൂവല് കൊണ്ട് നമ്മെ മറയ്ക്കുന്ന, ഓ തന്റെ തൂവലുകൾ കൊണ്ട് നമ്മളെ മറയ്ക്കുന്ന, ആ ചിറകുകളുടെ അടിയിൽ നമ്മളെ അഭയമാക്കി ഒളിപ്പിച്ചു വെക്കുന്ന വിശ്വസ്തനായ ഒരു പരിചയ നൽകുന്ന ദൈവം. നമ്മുടെ ഭാരങ്ങൾ അറിയാതിരിക്കുമോ അവിടുന്ന്? നമ്മുടെ വേദനകൾക്ക് അവിടത്തേക്ക് അറിയാമല്ലോ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്താമോ പ്രിയരെ? ഇരു കരങ്ങളൊന്ന് ഉയർത്താമോ?
ഈശോയോട് പറയാം, ദൈവമേ നീയാണ് എന്റെ ബലം. ഒന്ന് പൂർണ്ണമായി ആശ്രയിച്ചേ, ഒന്ന് സ്തുതിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കോട്ടയുമേ എന്റെ ശരണവുമേ, ഹൃദയപൂർവ്വം അങ്ങന്റെ പരിചയവുമേ, ദൈവമേ നീയാണ് എന്റെ പരിചയം എന്ന് പറഞ്ഞേ. എന്റെ പാറയുമേ എന്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. വിശ്വാസത്തോടെ എന്റെ കോട്ടയുമേ എന്റെ ശരണവുമേ, അങ്ങന്റെ പരിചയണേ. എന്റെ പാറയുമേ എന്റെ ജീവജലമേ, അങ്ങന്റെ ഉറവയാണേ. ജീവന്റെ ഉറവ പാടാം. മറിച്ചായിടാം എല്ലാം പറയാം, വിശ്വസ്തനവൻ വീരനാണവൻ. കരങ്ങൾ ഉയർത്തി മാർവിൻ ചാരിടാം എല്ലാം പറയാം, സമർപ്പിക്കാം. വിശ്വസ്തനവൻ വീരനാണവൻ. കരങ്ങളിൽ വീശി വാ തുറന്ന് ഓസാന പാടിയേ. സ്തുതിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവമെന്നെ സ്തുതിക്കുന്നു, കർത്താവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്പസമയം കൂടെ ആരാധിക്കാം. ബുദ്ധിമുട്ടില്ലാത്തവര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ അവിടുത്തെ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർക്കാം. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. ആ സ്നേഹം ആ കരത്തിലൊന്ന് മുറുകെ പിടിക്കാം. ഈ രാത്രിയിൽ ജീവിതം കൊടുക്കാം. എന്റെ ഭുജബലമേ, അങ്ങന്റെ കരങ്ങളൊന്ന് മാറോട് ചേർത്ത് പിടിച്ചൊന്നോട് പാടാമോ? എന്റെ ആരംഭമേ, എന്റെ വാഗ്ദത്തമേ, അങ്ങന്റെ ആമേനാണേ. ഒന്ന് ഉറപ്പോടെ പറഞ്ഞേ. എന്റെ ഉടയവൻ ഉടയവൻ എന്റെ ഭുജബലമേ,
വിശ്വസ്തനവൻ വീരനാണവൻ. കരങ്ങൾ ഉയർത്തി മാർവിൽ ചാരിടാൻ കണ്ണുകളടച്ച് പറയാൻ. ഈശോയെ കണ്ട് വിശ്വസ്തനവൻ വീരനാണവൻ. കരങ്ങൾ വീശി കരങ്ങൾ വീശി ചേർന്ന് പാടാമോ? അതരം തുറന്ന് പാടാമോ? ഒരു നാലാൾ കേൾക്കുന്ന ഉച്ചയ്ക്ക് പാടാമോ? പുറകിലുള്ളവരെ പാടാമോ? ചേർന്ന് പാടാമോ? യേശുവേ ബോധപൂർവ്വം വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? ഈശോയെ വിളിക്ക വിളിക്ക യേശുവെ വിളിക്ക. കണ്ണുകളടച്ച് റൂഹായേ റൂഹായേ സ്തുതിക്കാമോ? അതരം തുറന്ന് കരങ്ങൾ തുറന്ന് ഉയർത്തി എല്ലാവരും യേശുവേ എന്ന് വിളിച്ച് ഈശോയേ. സ്തുതിക്കാം സ്തുതിക്കാം ദൈവത്തെ വിളിക്കാം ദൈവത്തെ സ്തുതിക്കാം. എന്റെ ഉടയവനായ എന്റെ പാറയായ എന്റെ ഉടയവനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്നും നോക്കണ്ട, ഇടവും വലവും നോക്കണ്ട, സ്തുതിക്കാമോ? ഭവനങ്ങളിലുള്ള ഉള്ളവരും ഉറക്കെ സ്തുതിക്കുക ഉറക്കെ സ്തുതിക്കുക. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഹൃദയം തുറന്ന് സ്തുതിക്കുക, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക, മനസ്സ് തുറക്കുക. ഇനി മനസ്സ് തുറക്കാത്തവരുണ്ട്, മനസ്സ് തുറക്കുക, ചിന്തകളെ കൊടുക്കുക, ബുദ്ധിയെ വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ ആ കരങ്ങൾ രണ്ടും മാറോടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ആശ്രയം, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മോട് പറയുകയാണ്, മക്കളെ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസദാചത്യമാണ്. ഈ രാത്രിയില് ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാമോ? യോഹന്നാൻ ചാരിയ മാറ് ദൈവസ്നേഹം അനുഭവിച്ചറിയും. അപ്പാ ഈ രാത്രിയിൽ അങ്ങയുടെ മാറോട് ചാരി എന്റെ വിഷമങ്ങൾ ഞാൻ പറയുകയാണ്. നിന്നോടല്ലാതെ ആരോട് ഞാൻ വിഷമം പറയും? യേശുവേ, ഈ വരികളോട് ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാം. അവന്റെ ഹൃദയത്തോട് എന്റെ ഹൃദയം ഒന്ന് ചേർത്ത് വെക്കാം. കണ്ണുകളടച്ച് മാർവിൽ ചാരിടാ എല്ലാം പറയാ. വിശ്വസ്തനവൻ വീരനാണ്. മാർവിൽ ചാരിടാ എല്ലാം പറയാ. വിശ്വസ്തനവൻ വീരനാണ്. മാർവിൽ ചാരിടാ. ഇരുകരങ്ങളെയും ഉയർത്തി ഒരിക്കൽ കൂടി ആ കരങ്ങളിൽ ഒന്ന് പിടിച്ചുകൊണ്ട് ആ മാറോടൊന്ന് ചാരി പരിശുദ്ധാത്മാവേ സ്തുതിക്കാമോ? എല്ലാവരും സ്തുതിക്കുന്നു. മാവിനെ വിട്ടുകൊടുന്ന് സ്തുതിക്കാമോ? ഭവനങ്ങളിൽ സമൂഹം മുഴുവൻ സ്തുതിക്കാമോ? ദൈവശക്തി
ദൈവശക്തി ഇറങ്ങുന്നു. ഭാഷാപരമുള്ളവരെ ഭാഷ പരിശോധിച്ചു. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. ദൈവ സാന്നിധ്യം ഈ കൂടാരത്തിൽ വ്യാപരിക്കുന്ന പ്രിയരെ ഹൃദയം തുറന്ന് സ്വീകരിക്കാം. ഓ ദൈവ മഹത്വം. അപ്പോ നിന്റെ മുറിവേറ്റ കരങ്ങൾ സ്തുതിക്കാം, സ്തുതിക്കാം. യേശുവേ മാർവിൽ ചാരിടാം. സ്തുതിക്കാമോ പ്രിയരെ? പറ്റുന്നത് പോലെ നിങ്ങൾ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കണ്ട. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഒറ്റ വിളി, യേശുവേ എന്ന് ഉറക്കെ വിളിക്കാമോ? യേശുവേ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. ഈ ലോകത്ത് നമ്മൾ വെറും സാധാരണ മനുഷ്യരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എങ്ങനെ എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും, എൻ്റെ ഭവനത്തിൽ എങ്ങനെ മാറ്റം സംഭവിക്കും. മാനുഷിക ബുദ്ധിക്ക് സാധ്യമല്ല. എന്നാൽ നമ്മളിങ്ങനെ ചിന്തിച്ചതുപോലെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു, മുഖവരായിരുന്ന അപ്പോസ്തലന്മാർ, അവർ രാത്രികാലം അവർ ആരാധിച്ചു. പ്രിയമുള്ളവരെ, അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോൾ. യേശു പോയി, പക്ഷെ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. ഞാനും നിങ്ങളും വസിക്കുന്നത് പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അവനെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല. നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് ഈ രാത്രിയിൽ ഈ ആരാധനയിൽ സമയം പോയിട്ടില്ല. ഹൃദയം കൊടുക്കണം. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റും. ഈ രോഗത്തെ സുഖപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും. ഈ പ്രശ്നത്തെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. അല്ല എങ്കിൽ ചെങ്കടൽ വിഭജിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ യേശുവിന്റെ മുമ്പിൽ, യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ച കല്ല് മാറുകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ചെയ്തു. വിശ്വാസത്തോടെ ആ സ്ത്രീ വസ്ത്രാഞ്ചലത്തിൽ, യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടപ്പോഴുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൽ ചലിച്ചു. അതേ പരിശുദ്ധാത്മാവ് ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായി രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തീവ്രമായി നമ്മൾ ആഗ്രഹിക്കണം. ഈ ആലയത്തിന്റെ എവിടെയാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിലും പ്രിയമുള്ളവരെ, ഹൃദയം തുറന്നു കൊടുക്കണം. ഹൃദയത്തെ എളിമയോടെ താഴ്ത്തി കൊടുക്കണം. ദൈവത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒന്നും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 കൈയിലടിച്ചു പാടാം സന്തോഷത്തോടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച്, പരിശുദ്ധാത്മാവേ വരണമേ എന്നുള്ള ആഗ്രഹത്തോടെ, ആത്മസന്തോഷത്തോടെ, ദാഹത്തോടെ നമുക്ക് പാടാം. കരങ്ങളടിക്കാമോ? കരങ്ങളൊന്ന് ഉയർത്തി അടിക്കാമോ? അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കാം. അടികൂടാതെ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ
പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഇരു സൈഡിലും കരങ്ങളടിക്കാമോ? ഇരു സൈഡിലും കരങ്ങളടിച്ച് ഒന്ന് സന്തോഷത്തോടെ പരസ്പരം ഒന്ന് ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹത്തോടെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് പാടും. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. ആ വരികളോട് ചേർന്ന് ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. കരങ്ങളുയർത്തി നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ഓടമോ ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ഓടിക്കോ ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ കരങ്ങളുയർത്തി പരിശുദ്ധാത്മാവേ 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 കരങ്ങളുയർത്താമോ? പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹത്തോടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്ക്. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവേ ദൈവാത്മാവേ അറിയണമേ. ഈ സമൂഹത്തിൽ നിറയണമേ. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ ഈ നാമങ്ങളായി ഈ സമൂഹത്തിന് മേൽ അഗ്നി അഭിഷേകമായി നിറയണമേ. ചെങ്കടലുകളെ വിവരിച്ച ദൈവമേ, നമ്മുടെ പരിശുദ്ധ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ അടിച്ച് പാടാം. വിശ്വാസത്തോടെ പാടാമോ? നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ ഒന്ന് കണ്ടേ. യേശുവിൽ നിന്നും ഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. ഒന്നുകൂടെ പാടാമോ? വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ വിശ്വാസത്തോടെ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. കരങ്ങളുയർത്തി നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ. ഒഴുകണമേ നീ എന്നുള്ളിൽ
പരിശുദ്ധാത്മാവേ, വിളിക്കാമോ? ഉറക്കെ വിളിക്കാമോ? ഉറക്കെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങൾ യാതനയോടെ പരിശുദ്ധാത്മാവേ, യാതനയോടെ കരങ്ങൾ പിടിച്ച് പരിശുദ്ധാത്മാവേ, 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 സ്തുതിക്കാം, സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, 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 ആത്മാവിൽ ആത്മാവിൽ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആത്മാവിൽ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അല്പസമയം ഭാഷാപരത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാമോ? എല്ലാവരും ഹൃദയം തുറന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ കർത്താവ് ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വരാൻ പോകുകയാണ്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കണ്ണുനീരുകൾ തുടച്ചു നീക്കും. അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതറി നിൽക്കുന്ന മേഖലകളിലെല്ലാം ഈ രാത്രിയിൽ അവിടുന്ന് വെളിച്ചം പകരും. അവൻ നിത്യനായ പിതാവും ശക്തനായ ദൈവവുമാണ്. ഈശോയെ സമാധാനത്തിൻ്റെ പ്രഭു എന്നാണ് ദൈവത്തിൻ്റെ വചനം വിശേഷിപ്പിക്കുന്നത്. സമാധാനത്തിൻ്റെ പ്രഭുവായി ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്വീകരിക്കാൻ മുട്ടുകുത്തി നിൽക്കാം. സാധിക്കുന്നവരെല്ലാം, ബുദ്ധിമുട്ടുള്ളവർ നിന്നാലും മതി, ഇല്ലാത്തവരെല്ലാം മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കർത്താവ്, ഈ രാത്രിയിൽ സമാധാനമായി നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. സമാധാനമായി എൻ്റെ കുടുംബത്തിലേക്ക് നീ വരണമേ. കർത്താവേ, എൻ്റെ കണ്ണുനീര് നീ ഇന്നും തുടയ്ക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ ബലപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തെ അവിടുന്ന് സന്ദർശിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ പ്രതിസന്ധികളിലേക്ക്, എൻ്റെ കണ്ണുനീരിൻ്റെ കാരണങ്ങളിലേക്ക്, ഓ കർത്താവേ, നീ രാത്രിയിൽ എഴുന്നള്ളി വരണമേ. നീ എനിക്ക് രക്ഷയായി മാറട്ടെ. ഈ രാത്രിയിൽ എല്ലാവരും കർത്താവിനെ ആഗ്രഹിച്ച് ഹൃദയം തുറന്ന് അവിടുത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീ എഴുന്നള്ളി വരണമേ. കർത്താവേ, നീ എഴുന്നള്ളി വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ നീ എഴുന്നള്ളി വരണമേ. കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ നീ വരണമേ. ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ നീ വരണമേ. ഞങ്ങളെ വിമോചിപ്പിക്കുവാൻ നീ കടന്നു വരണമേ. യേശുവേ, വരണമേ. ആത്മനാഥൻ അണയുകയാ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ. ആത്മനാഥൻ അണയുകയായി. ആത്മാവിൻ നിറവിൽ ആദരവോടെ അഖിലരുമണിയായി ചേർന്നിടുന്നു. ആത്മാവിൻ നിറവിൽ ആദരവോടെ
പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ആരാധന ആരാധന. നമുക്ക് വേണ്ടി സ്വർഗം ഉപേക്ഷിച്ച കർത്താവ്, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ ഇതാ ഈ ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഈ സ്തുതി ഉയരട്ടെ. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പറയാം, ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ദൈവം. ഞാൻ നീ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 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 ശിരസ് കുനിച്ച് ഈശോയെ കുമ്പിട്ട് വണങ്ങിയതിനു ശേഷം നമുക്ക് സംസ്ഥാനങ്ങളിലിരിക്കാം. ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ് മടുത്തു പോകുക എന്നുള്ളത്. അധ്വാനിച്ച് മടുത്തവരുണ്ടാകും, പഠിച്ച് മടുത്തവരുണ്ടാകും, പ്രാർത്ഥിച്ച് മടുത്തവരുണ്ടാകാം. മടുപ്പ് വരുമ്പോൾ ഒരു നിസ്സഹായതയാണ്. ഇങ്ങനെ ജീവിതത്തിൽ മടുത്തു പോകുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തിന് പുതിയ ഉണർവ് നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ തിബേരിയസ് കടലിൻ്റെ തീരത്ത് തീ കൂട്ടി അതിൻ്റെ മുകളിൽ മത്സ്യവും അപ്പവുമായി ശിഷ്യന്മാരെ കാത്തിരിക്കുന്ന ഈശോയുടെ ചിത്രം നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. മടുത്തുപോയവർക്ക് വേണ്ടി കടന്നു വന്ന് കൃപ ചൊരിയുന്ന ഈശോ. നമുക്കറിയാം, രാത്രി മുഴുവനും പത്രോസും കൂട്ടുകാരും കടലിൽ അധ്വാനിച്ചുവെങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല. പ്രഭാതമായി അവർ തീരത്തേക്ക് മടങ്ങി വരികയാണ്. അപ്പോഴാണ് തീരത്ത് നിന്ന് ഈശോ ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന്. ആ ചോദ്യം അവർക്ക് വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന ചോദ്യമാണ്. കാരണം വേദനയോടെ അവർ പറഞ്ഞു, ഒന്നുമില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, വലതുവശത്തേക്ക് നീക്കി വലയെറിയാൻ. കർത്താവ് പറഞ്ഞതനുസരിച്ചപ്പോൾ നമുക്കറിയാം, വല നിറയെ മത്സ്യം കിട്ടി. അവർ കരയ്ക്കിറങ്ങി വന്നപ്പോൾ അവർക്ക് വേണ്ടി തീ കൂട്ടി വെച്ച് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ അവർ കണ്ടുമുട്ടുകയാണ്. ഒരു രാത്രി മുഴുവനുമുള്ള അധ്വാനത്തിൻ്റെ മടുപ്പ് അവിടെ ഇല്ലാതായി. ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലും കാണാം, തിബേരിയോസ് കടലിൻ്റെ തീരത്ത്, ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് ഇതിന് സമാനമായൊരു സംഭവം. അവിടെയും രാത്രി മുഴുവനും
അധ്വാനിച്ച് മടുത്ത പത്രോസിനെ കാണുന്നു. പത്രോസ് നിരാശയോടെ ഈ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത് ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ. അപ്പോൾ വേദനയോടെ പറയണം, കർത്താവ് രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാണ്, ഒന്നും കിട്ടിയില്ല. സങ്കടവും നിരാശയും കലർന്ന വാക്കുകൾ. ഒരുപക്ഷെ ഈ രാത്രിയിൽ നമ്മളിൽ പലരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയായിരിക്കാം. കർത്താവെ, അനേക വർഷമായി ഞാൻ കഷ്ടപ്പെടുന്നു കർത്താവെ, എനിക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല, എനിക്ക് ഒരിടത്തും എത്താൻ കഴിയുന്നില്ല, ദൈവമേ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, മടുത്തു കർത്താവെ എന്ന് പറയുന്ന ഹൃദയങ്ങൾ പലരും ഇവിടെ ഉണ്ടായിരിക്കാം. അതുപോലെ അനേക കാലമായി പ്രാർത്ഥിച്ച് 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 മടുത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഏലിയാ പ്രവാചകൻ്റെ ജീവിതത്തിലും അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായി. ഏലിയാ മരുഭൂമിയിൽ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ കടന്നുകൊണ്ട് പറഞ്ഞു, കർത്താവ് എനിക്ക് മടുത്തു, എൻ്റെ പ്രാണനെ അങ്ങ് തിരിച്ചെടുത്താൽ മതി, എനിക്ക് മതിയായി. അങ്ങനെ ജീവിതത്തിൻ്റെ മടുപ്പ് നിറഞ്ഞ നിമിഷങ്ങളിൽ, ജീവിക്കണ്ട എന്ന് പോലും തോന്നുന്ന ജീവിതങ്ങളിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ മടുപ്പ് മാറുന്നു, വഴിമുട്ടിയ അവസ്ഥ മാറുന്നു, പുതിയ ഉണർവുണ്ടാകുന്നു, ജീവിതത്തിന് പുതിയൊരു ഡയറക്ഷൻ കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ എല്ലാം മരവിപ്പുകൾ അവിടെ നിന്ന് എടുത്തു നീക്കും. മടുത്തുപോയ ജീവിത മേഖലകളിലേക്ക് കർത്താവിൻ്റെ കരുണയെന്ന് കടന്നു വരാൻ പോവുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മടുപ്പുകളും ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണോ മടുത്തുപോയത്, ഏത് മേഖലയിലാണ് നിസ്സഹായത അനുഭവപ്പെടുന്നത്, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ, ഇതാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകാൻ കഴിവുള്ള കർത്താവ് ഇവിടെയുണ്ട്. നമുക്ക് നമ്മുടെ കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മടുപ്പകറ്റാൻ ഈ രാത്രിയിൽ നീ എന്നെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എനിക്കൊരു പുതിയ തുടക്കം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഫലശൂന്യമായ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിത പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ. എന്നെ അനുഗ്രഹിക്കാതെ പറഞ്ഞു വിടരുത് കർത്താവേ. എനിക്ക് വേണ്ടി നീ ഒരു അത്ഭുതം ചെയ്യണമേ ദൈവമേ. എൻ്റെ കണ്ണുനീര് നീ തുടച്ചു നീക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധനായവനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ മടുപ്പെടുത്ത് നീക്കണമേ. മടുത്തുപോയ ഹൃദയങ്ങളെ വീണ്ടും ഉന്മേഷഭരിതരാക്കി മാറ്റണമേ. ഉണർവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord.